ചാലക്കുടിയിൽ റേഷനരി വേവിച്ചപ്പോൾ നീലച്ചോറ് ലഭിച്ചതായി ആക്ഷേപം. മേലൂർ പാലപ്പള്ളി ഭാഗത്താണ് റേഷനരിയിൽ നിന്നും നീലച്ചോറ് ലഭിച്ചത്. വാലുങ്ങാമുറിയിലുള്ള റേഷൻ കടയിൽ നിന്നും അരി വാങ്ങിയവർക്കാണ് നീലച്ചോറ് ലഭിച്ചത്. അച്ഛന്റെ പാത പിന്തുടർന്ന മകനും പുരസ്കാരത്തിളക്കം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച ശബ്ദലേഖകനുള്ള പുരസ്കാരം പ്രശസ്ത നാടക സംഗീത സംവിധായകൻ അനിലിന്റെ മകൻ ദേവാമൃതന്. വംശം എന്ന നാടകത്തിന്റെ ശബ്ദലേഖനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ചാലക്കുടി മേലൂർ പാലപ്പള്ളി പ്രദേശത്ത് എർത്ത് കമ്പികൾ വ്യാപകമായി മോഷണം പോകുന്നതായി പരാതി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എർത്ത് കമ്പികളാണ് മോഷണം പോയിരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാലക്കുടിയിൽ റേഷനരി വേവിച്ചപ്പോൾ നീലച്ചോറ് ലഭിച്ചതായി ആക്ഷേപം. മേലൂർ പാലപ്പള്ളി ഭാഗത്താണ് റേഷനരിയിൽ നിന്നും നീലച്ചോറ് ലഭിച്ചത്. വാലുങ്ങാമുറിയിലുള്ള റേഷൻ കടയിൽ നിന്നും അരി വാങ്ങിയവർക്കാണ് നീലച്ചോറ് ലഭിച്ചത്. ഉച്ചയ്ക്ക് വച്ച ചോറ് വൈകുന്നേരമായപ്പോഴേക്കും നീല നിറമായി മാറി. വിവരമറിഞ്ഞ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അരി പരിശോധനയ്ക്കായി കൊണ്ടുപോയി. സംഭവം ഇന്ന് രാവിലെയാണ് ഒന്ന് രണ്ട് പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ ചോറ് വെച്ചിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ കരിനീല കളറിൽ ചോറായിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ട അതിശയം തോന്നും. ചോറ് കരിനീല കളറിലാണ് ചോറ് ഇരിക്കുന്നത്. അത് അവർ പുറത്തേക്ക് ഇട്ടിട്ട് അതൊരു പട്ടിയോ കാക്ക പോലും വന്നെടുക്കണില്ല. അതേമാതിരി കാക്ക വന്നിട്ട് അടുത്ത് വന്നിട്ട് അത് പറന്നു പോവാണ് ചെയ്തത്. അപ്പം എന്തോ ഒരു അസ്വാഭാവികത നമുക്ക് കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് പേരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് ഇതേ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഇതൊരു ഗൗരവമുള്ള കേസാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയതും വലിയ ഗുരുതരമായിട്ട് നമുക്ക് തോന്നണത്. ഇപ്പോൾ 4-8 വാലങ്ങമുറി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണിത്. അപ്പോൾ അവിടുത്തെ ജയച്ചേനെ നമ്മൾ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ജയച്ചേ അവിടെ ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കിയിരുന്നു. അച്ഛന്റെ പാത പിന്തുടർന്ന മകനും പുരസ്കാരത്തിളക്കം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച ശബ്ദലേഖകനുള്ള പുരസ്കാരം പ്രശസ്ത നാടക സംഗീത സംവിധായകൻ അനിലിന്റെ മകൻ ദേവാമൃതന്. തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിന്റെ വംശം എന്ന നാടകത്തിന്റെ ശബ്ദലേഖനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മാള തൻകുളം വാണിയപ്പള്ളി കുടുംബാംഗമായ അനിൽ മാള വർഷങ്ങളായി സംഗീത രംഗത്ത് സജീവമാണ്. അച്ഛനൊപ്പം അമ്മ കമൽകുമാരിയും സഹോദരി കൃഷ്ണപ്രിയയുടെയും മികച്ച പിന്തുണയും ഈ യുവ കലാകാരന് കരുത്തായുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ദേവാമൃതനാണ്. ഈ വർഷത്തെ സംഗീത നാടക അക്കാദമിയുടെ മികച്ച ശബ്ദലേഖനത്തിനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹാപ്പിയാണ്. പിന്നെ എന്നെ ഈ ഒരു മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ഈ ഒരു പുരസ്കാരം ഡെഡിക്കേറ്റ് ചെയ്യാണ്. തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിൻ്റെ വംശം എന്ന നാടകത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. 4 തവണ കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടിയിട്ടുള്ള പിതാവിന്റെ പാത പിന്തുടർന്നാണ് ദേവാമൃതൻ മികച്ച ശബ്ദലേഖകനുള്ള പുരസ്കാര നേട്ടം സ്വന്തമാക്കിയത്. അങ്കമാലി ഡീപോൾ കോളേജിൽ MCA വിദ്യാർത്ഥിയാണ് ദേവാമൃത്. പഠനത്തോടൊപ്പം തന്നെ സൗണ്ട് എഞ്ചിനീയറിംഗിലും സജീവമാണ്. അച്ഛനിലൂടെ മകനും മാളയുടെ യശസ് ഇനിയും ഉയർത്താൻ കഴിയട്ടെ എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. വളരെ സന്തോഷം ഉള്ളൊരു സമയമാണിപ്പോൾ. കാരണം കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് എനിക്ക് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയതിലും വളരെ സന്തോഷം തോന്നുന്നൊരു സമയമാണ് ഇപ്പോൾ. കാരണം ഈ വർഷത്തെ മികച്ച ശബ്ദലേഖനമുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് എൻ്റെ മകനാണ്. തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിൻ്റെ വംശം എന്ന നാടകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആ നാടകത്തിൻ്റെ നിർമ്മാതാവായ സൈജുവിനോടും അതോടൊപ്പം ആ നാടകത്തിൻ്റെ രചയിതാവ് ശ്രീ മുഹാദ് വെമ്പായത്തിനോടും സുരേഷ് ദിവാകരനോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മകനൊരു അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒക്കെ വളരെ കാലങ്ങൾ എടുത്തിട്ടാണ് ഒരു അംഗീകാരം ലഭിച്ചത്. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മകന് ദേവാമൃതനൊരു അംഗീകാരം കിട്ടി. ഇനിയും അവന് തുടർന്നും ഈ മേഖലയിൽ ഉന്നതങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഇനിയും തുടർന്നും ഈ മേഖലയിൽ ഉന്നതങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്നുള്ളത്. കോടാലി കടമ്പോട്ടിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 4ാം ക്ലാസ്സുകാരൻ അനോഷ് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇളയ സഹോദരനൊപ്പം രാത്രി ഉറക്കത്തിനിടെയാണ് അനോഷിന് പാമ്പ് കടിയേറ്റത്. കോടാലി കടമ്പോട് കാവുങ്കൽ സിൽജോയുടെയും ജോൺസിയുടെയും മകനാണ് അനോഷ്.
അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം സാധാരണ നിലയിലേക്ക് മടങ്ങിയ അനൂഷിനെ വ്യാഴാഴ്ച ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു. തുടർന്ന് കൊരട്ടി ഭാഗത്ത് ബന്ധുവീട്ടിലായിരുന്നു. കഴിഞ്ഞ 18-ന് രാത്രിയിലാണ് കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോയുടെയും ജോൺസിയുടെയും മക്കളായ അനൂഷിനും അൽജോയ്ക്കും ശംഖുവരൻ ഇനത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത്. അൽജോ 19-ന് രാവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിൽ മരണത്തിന് കീഴടങ്ങിയിരുന്നു. 19 മുതൽ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഏതാനും ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ അനൂഷ് ചികിത്സയിലായിരുന്നു. പിന്നീട് അനൂഷിനെ തുടർ ചികിത്സയ്ക്കായി മുറിയിലേക്ക് മാറ്റിയിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 5ഓടെ കൊടുങ്ങാപ്പള്ളിയിലാണ് മാതാവിനും ബന്ധുക്കൾക്കുമൊപ്പം അനൂഷ് ആദ്യം എത്തിയത്. തുടർന്ന് 5:30 കടമ്പോടുള്ള വീട്ടിൽ എത്തി. ഇപ്പോൾ നമ്മൾ ചുറ്റിനും വീടിൻ്റെ ചുറ്റും തലയുടെ എല്ലാം കോൺക്രീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ പൊളിച്ച ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്തെല്ലാം ചെയ്തു. പിന്നെ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും വെള്ളം കെട്ടി നിർത്തി കെമിക്കലിട്ട് ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ നിർത്തി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി അങ്ങനെ ചെയ്തു. പിന്നെ ബാത്റൂമിൻ്റെ ടൈല് കുത്തി എല്ലാം പൊളിച്ച് കളഞ്ഞ് വീട് വേറെ ഇട്ടു. എയർ ഹോള് എല്ലാം മുകളിലുള്ളതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം നമ്മൾ കണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മീഡിയ ടൈം, കൊടകര. സംഗമേശ്വരന്റെ ആറാട്ടിനായി ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവ് ഒരുങ്ങി. തിരുവുത്സവത്തിന്റെ ആറാട്ട് കൂടപ്പുഴ ആറാട്ടുകടവിലും രാപ്പാൽ കടവിലുമായി ഒന്നിടവിട്ട വർഷങ്ങളിലായിട്ടാണ് നടക്കാറ്. ഇത്തവണ ആറാട്ട് നടക്കുന്നത് ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിലാണ്. വെള്ളിയാഴ്ച രാവിലെ 8:30 ആറാട്ടിനായി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. ഉച്ചയോടെ കൂടപ്പുഴ മനയിൽ എത്തും. അവിടത്തെ ചടങ്ങുകൾക്ക് ശേഷം 3 ആനകളുടെ അകമ്പടിയോടെ കൂടപ്പുഴ ആറാട്ടുകടവിലെത്തും. ആറാട്ടിന് ശേഷം ആറാട്ട് കഞ്ഞി വിതരണം ഉണ്ടാകും. 10,000-ഓളം പേർക്കുള്ള ആറാട്ട് കഞ്ഞി കൂടപ്പുഴ NSS കരയോഗമാണ് ഒരുക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സേവനം കടവിലുണ്ടാകും. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പരിസരം ശുചീകരിച്ചത്. നമസ്കാരം. ഈ വർഷത്തെ കുഴൽമാണിക്യസ്വാമിയുടെ ആറാട്ട് 1876 നമ്പർ NSS കരയോഗം കൂടപ്പുഴ മേൽനോട്ടത്തില് സാധാരണ എല്ലാ വർഷവും ഈ കരയോഗത്തിന്റെ അണ്ടറിൽ തന്നെയാണ് നടക്കാറ്. ഈ വർഷം വളരെ അതിഗംഭീരമായിട്ട് എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പന്തലിന്റെ പണി പൂർത്തിയായി, ഭക്ഷണ സാധനങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. താഴെ പന്ത് റെഡിയാണ്. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാലക്കുടി മേലൂർ പാലപ്പള്ളി പ്രദേശത്ത് എർത്ത് കമ്പികൾ വ്യാപകമായി മോഷണം പോകുന്നതായി പരാതി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എർത്ത് കമ്പികളാണ് മോഷണം പോയിരിക്കുന്നത്. പ്രദേശത്തെ ഒരു വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ മുഴുവനും കത്തിനശിച്ചു. ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ എർത്ത് കമ്പി മോഷണം പോയ വിവരം അറിഞ്ഞത്. തുടർന്ന് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പല വീടുകളുടെയും എർത്ത് കമ്പികൾ മോഷണം പോയതായി കണ്ടെത്തി. പ്രദേശത്ത് വ്യാപകമായ രീതിയിലാണ് കമ്പികൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൊരട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിലുണ്ടായ റോഡപകടത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. അവിണിശ്ശേരി സ്വദേശി വടുംകൂട്ടിൽ വീട്ടിൽ ദേവിക വേണുഗോപാലനാണ് മരിച്ചത്. മുണ്ടൂപ്പാലം ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ദേവികയുടെ തലയിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. നഗരത്തിലെ ഈ ഭാഗം ഒരു അപകട മേഖലയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അടുത്തിടെ ഉണ്ടായ മറ്റൊരു അപകടത്തിലും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴും ശക്തമായ ഗതാഗതക്കുരുക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ടെന്നും പരാതിയുണ്ട്. മതിലകത്ത് പൂവത്തുംകടവ് വാർഡിൽ മതിൽ മൂലപ്രദേശത്ത് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡ് അനധികൃതമായി കുഴിച്ചെടുത്ത നിർമ്മാണ കമ്പനി മണൽ കടത്തുന്നത് മതിലകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുനിൽ പി മേനോന്റെ നേതൃത്വത്തിൽ നാട്ടുകാരെത്തി തടഞ്ഞു. തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരനും സമരക്കാരോടൊപ്പം ചേർന്ന് കുഴിച്ചെടുത്തു കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടണമെന്ന് കർശന നിലപാട് സ്വീകരിച്ചു. ശിവാലയ കമ്പനി അധികൃതരും പോലീസും സ്ഥലത്തെത്തി. മലപ്പുറം ജില്ലയിൽ കൂരിയാട് പാലം ഇടിഞ്ഞതുപോലെ ഈ മണ്ണിടിക്കൽ മതിൽമൂലയിലെ SUP പരിസരത്തെ പാലമിടിയുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് സമരക്കാർ ആരോപിച്ചു. ശിവാലയ കമ്പനിയുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുഴിച്ചെടുത്തു കൊണ്ടുപോയ മണ്ണ് തിരിച്ചു കൊണ്ടുവന്ന് ഫിൽ ചെയ്യാമെന്ന് കമ്പനിയുടെ ഉറപ്പ് ലഭിച്ചപ്പോഴാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന വർഗീസ് വട്ടോലി മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള കലാരവം 9-ന് NSS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭയിലെ 37 വാർഡുകളിൽ നിന്നുള്ള വിവിധ അസോസിയേഷനുകളിൽ നിന്നായി 180-ൽ പരം പേർ കലാരവത്തിൽ പങ്കെടുക്കും.
കലാമത്സരങ്ങൾക്ക് പുറമെ ചിത്രരചന, കഥാരചന, കവിതാരചന തുടങ്ങിയ മത്സരങ്ങൾ നടത്തും. വാർത്താ സമ്മേളനത്തിൽ ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി PD ദിനേശ്, UK വാസു, ലൂവിസ് മേലേപ്പുറം, KK ശ്രീനിവാസൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി നിത്യസഹായ മാതാ പള്ളിയിൽ മാതാവിന്റെ തിരുനാൾ 8, 9, 10 തീയതികളിലായി ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിക്കുന്ന പള്ളിയുടെ ശിലാസ്ഥാപനം ഞായറാഴ്ച രാവിലെ 9:30 ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ നിർവഹിക്കും. വെള്ളിയാഴ്ച തിരുനാളിന് കൊടിയേറും. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 3 സമൂഹ ദിവ്യബലിയെ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. 17 8-ാം ഇടം ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ നിക്സൺ ചാക്യാര, ഫാദർ ബെനറ്റ് എടാട്ടുകാരൻ, ഇട്ടു പൈനിക്കാടൻ, വിൽസൺ മറ്റത്തി, അജു പുല്ലാനിവളപ്പിൽ, ക്ലമന്റുമ ഞുരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ വിജയത്തിൽ ആഹ്ലാദിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊടകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റിയ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് സമീപം സമാപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ VO പൈലപ്പൻ, സദാശിവൻ കുറവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ, പ്രനീല ഗിരീശൻ, VR രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി മേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. മേലൂർ സെന്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹൈമാവതി ശിവൻ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ എസ്തർ വിഷ്ണു, വാർഡ് മെമ്പർ MT ഡേവിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ S ജിനു തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VK സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ ചികിത്സാ സഹായ വിതരണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KV ശരത് ചന്ദ്രൻ, KO ആന്റണി, ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് ഭാരവാഹികളായ KS അബ്ദുൾ ജബ്ബാർ, CS നിഷാദ്, പ്രസന്നകുമാർ, KK വിനയകുമാർ, ഫാത്തിമ ഇബ്രാഹിം, KP രാജേഷ്, VK രാജേന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PG രാമകൃഷ്ണൻ, KK ബഷീർ, ക്ലീറ്റസ് തിയാടി, PY ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ റേഷനരി വേവിച്ചപ്പോൾ നീലച്ചോറ് ലഭിച്ചതായി ആക്ഷേപം. മേലൂർ പാലപ്പള്ളി ഭാഗത്താണ് റേഷനരിയിൽ നിന്നും നീലച്ചോറ് ലഭിച്ചത്. വാലുങ്ങാമുറിയിലുള്ള റേഷൻ കടയിൽ നിന്നും അരി വാങ്ങിയവർക്കാണ് നീലച്ചോറ് ലഭിച്ചത്. അച്ഛന്റെ പാത പിന്തുടർന്ന മകനും പുരസ്കാരത്തിളക്കം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച ശബ്ദലേഖകനുള്ള പുരസ്കാരം പ്രശസ്ത നാടക സംഗീത സംവിധായകൻ അനിലിന്റെ മകൻ ദേവാമൃതന്. വംശം എന്ന നാടകത്തിന്റെ ശബ്ദലേഖനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ചാലക്കുടി മേലൂർ പാലപ്പള്ളി പ്രദേശത്ത് എർത്ത് കമ്പികൾ വ്യാപകമായി മോഷണം പോകുന്നതായി പരാതി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എർത്ത് കമ്പികളാണ് മോഷണം പോയിരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.